രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എംപിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കുമെതിരെ ഉയർന്ന സൈബർ ആക്രമണ ആരോപണം. സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ കരിവാരിത്തേക്കാൻ യുവ നേതാക്കൾ ലക്ഷങ്ങൾ ഒഴുക്കി പ്രൊഫഷണൽ PR ഏജൻസികളെ വാടകയ്ക്കെടുത്തുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഫോൺ സംഭാഷണത്തിലൂടെ പുറം ലോകമറിഞ്ഞ ഈ വിവരങ്ങൾ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും പരസ്പര വിശ്വാസത്തെയും തകർക്കുന്ന രീതിയിലാണ് വളരുന്നത്. ആ വിനാശകരമായ ഫോൺ സംഭാഷണം ബംഗളൂരുവിലുള്ള ഒരു പ്രമുഖ PR കമ്പനിയുടെ ഉടമയും കേരളത്തിലുള്ള ഒരു ഇടനിലക്കാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾ പുകയുന്നത്. ഈ സംഭാഷണത്തിൽ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പേരുകൾ പലതവണ ആവർത്തിച്ചു വരുന്നുമുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ നേരിടുന്നതിനേക്കാൾ ഉപരിയായി സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ പ്രതിച്ഛായ തകർക്കാനാണ് ഇവർ പ്രാധാന്യം നൽകുന്നതെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇതിലൂടെ പുറത്തു വന്നത്. ഈ ഓപ്പറേഷനായി 20 മുതൽ 25 ലക്ഷം രൂപ വരെ പ്രാഥമികമായി മാറ്റിവെച്ചിരുന്നു. കേരളത്തിലെ ഒരു PR ഏജൻസി ബംഗളൂരുവിലെ കമ്പനിക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഏതെല്ലാം നേതാക്കളെയാണ് സൈബർ ഇടങ്ങളിൽ കടന്നാക്രമിക്കേണ്ടതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ദേശീയ സംസ്ഥാന തലങ്ങളിലെ അധികായന്മാരാണ് ഈ സൈബർ കൊട്ടേഷനിലെ ഇരകൾ. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ KC വേണുഗോപാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം അഴിച്ചുവിടാൻ നിർദ്ദേശമുണ്ട്. പാർട്ടിയുടെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയുടെ സ്വാധീനം കുറയ്ക്കാനും അദ്ദേഹത്തെ പരിഹസിക്കാനും വ്യാജ ഐഡികൾ ഉപയോഗിക്കണം. വാക്കുകൾ കൊണ്ട് എതിരാളികളെ നേരിടുന്ന ഉണ്ണിത്താനെ ഡിജിറ്റൽ ഇടങ്ങളിൽ നിശബ്ദനാക്കാനും അപകീർത്തിപ്പെടുത്താനും കഴിയും.